ഹായ് ഹലോ, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു നാടൻ രീതിയിൽ സാമ്പാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഉണ്ടാക്കിയപ്പോൾ എടുത്ത വീഡിയോ കാണിച്ചു തരാം. സാമ്പാറും ഇഡ്ഡലിയുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അതിനായിട്ട് മാവൊക്കെ രാത്രി റെഡിയാക്കി വെച്ചിട്ട് ഇഡ്ഡലി പാർന്നതിന് ശേഷം ഒരു കപ്പ് പരിപ്പ് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. കുക്കറിലേക്ക് ആദ്യം തന്നെ പരിപ്പും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒരു 3 വിസിൽ വരുന്നത് വരെ മാറ്റി വെക്കാം. ഇഡ്ഡലി ചെമ്പിൽ നിന്നും മാറ്റിയെടുത്ത് അടുത്തതായിട്ട് വീണ്ടും പാർന്ന് അത് മാറ്റി വെച്ച് സാമ്പാർ കഷ്ണങ്ങളാക്കി വൃത്തിയാക്കി വെച്ച് വെണ്ട, മുരിങ്ങ, പച്ചക്കായ, വഴുതന, മത്തൻ, പയറ്, ഇളവന്, ബീൻസ്, തേങ്ങ ചിരവി മാറ്റി വെച്ച് ഇത് നല്ലവണ്ണം കഴുകിയതിന് ശേഷം പരിപ്പൊന്ന് വെന്തതിന് ശേഷം ഇതിലേക്ക് പച്ചക്കറികളൊക്കെ ഇട്ട് ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒന്നും കൂടി ഇത് വേവാൻ വെക്കുമ്പോൾ 1 സ്പൂണ് മല്ലിപ്പൊടിയും 1/2 സ്പൂണ് മുളക് പൊടിയും 5-6 ചെറിയ ഉള്ളിയും പച്ചമുളകും 1/2 സ്പൂണ് സാമ്പാർ പൊടിയും ഇതിലിട്ട് വേവിക്കാൻ വെക്കാം. ഒരു 3 വിസിൽ വന്നതിന് ശേഷം തുറന്ന് ഇത് തേങ്ങ ചിരവിയത് നല്ലവണ്ണം ക്രിസ്പി ആവുന്നത് വരെ വറുത്തെടുത്ത് അരച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് പാർന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് ചെറുതീയിൽ നല്ല രീതിയിൽ തിളപ്പിച്ച് ഇതിലേക്ക് പുളി കലക്കിയതും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചെറിയ രീതിയിൽ തിളച്ചതിന് ശേഷം വെളിച്ചെണ്ണ കുറച്ച് മാറ്റി ചൂടാവുമ്പോൾ അതിലേക്ക് വെണ്ട ഇതുപോലെ വാട്ടിയിട്ട് ഇട്ട് കൊടുത്താൽ സാമ്പാറിൽ ഇത് അലിഞ്ഞ് പോവാതെ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. അങ്ങനെ ചെയ്തതിന് ശേഷം വെളിച്ചെണ്ണയിൽ കടുക് വറുത്ത് നമ്മൾക്ക് നല്ല സാമ്പാർ